നമ്മൾ ഇന്ന് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്ന ചാപ്റ്റർ കാര്യമായിട്ട് പഠിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച ട്രിഗ്നോമെട്രിയുടെ കണ്ടിന്യൂവേഷനാണ് ശരിക്കും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. പക്ഷേ സെക്കൻഡ് ഇയറിലെ ചാപ്റ്റേഴ്സിൽ വെച്ച് ഏറ്റവും സിമ്പിളും ഏറ്റവും ചെറുതുമായ ചാപ്റ്ററാണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. ഈ ഫങ്ഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു ഒരു ഫങ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ. ആ ഫങ്ഷൻ ഒരു ബൈജക്റ്റീവ് ഫങ്ഷൻ ആണെങ്കിൽ ആ ഫങ്ഷൻ്റെ ഇൻവേഴ്സ് ആയിട്ടുള്ളൊരു ഫങ്ഷൻ എക്സിസ്റ്റ് ചെയ്യും. ആ ഇൻവേഴ്സ് ഫങ്ഷൻ വൈ ടു എക്സ് ആയിരിക്കും. എഫിൻ്റെ ഡൊമെയിനാണ് എഫ് ഇൻവേഴ്സിൻ്റെ റേഞ്ചായിട്ട് വരുന്നത്. എഫിൻ്റെ വാല്യൂസ്, എഫ് എന്ന ഫങ്ഷൻ്റെ വാല്യൂസ് വൈ എന്ന സെറ്റിലാണ് കിടക്കുന്നതെങ്കിൽ എഫ് ഇൻവേഴ്സ് എന്ന ഫങ്ഷൻ്റെ വാല്യൂസ് ഉണ്ടാകുക എക്സ് എന്ന സെറ്റിലായിരിക്കും. ഈ വർഷം ഈ ചാപ്റ്ററിൽ നമ്മൾ ഈ എഫ് എന്ന ഫങ്ഷന് കുറേ എക്സാമ്പിൾസ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസാണ്. ഈ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിനെ പറ്റി നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതെല്ലാം ഓർമ്മയുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റിവിഷൻ നടത്താൻ പോവുകയാണ്. നമുക്ക് 6 ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആണുള്ളത്. പേരെല്ലാം നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടാകും. ആ ഫങ്ഷൻ്റെ എല്ലാം ഗ്രാഫ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ആ ഫങ്ഷൻ്റെ എല്ലാം ഡൊമെയിനും റേഞ്ചും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം ഈ ഫങ്ഷൻ്റെ എല്ലാം ഗ്രാഫിൻ്റെ 6 ഗ്രാഫുകൾ നമ്മൾ കഴിഞ്ഞ വർഷം വരച്ച് പഠിച്ചതാണ്. ജിയോജിബ്രയിൽ നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെയൊക്കെ ഡൊമെയിൻ ഏതാണെന്നറിയാം, റേഞ്ച് ഏതാണെന്നറിയാം. ഇതിൻ്റെയൊക്കെ ഡൊമെയിൻ ഓർത്ത് വെക്കാൻ നമുക്കൊരു എളുപ്പമാർഗം ഉണ്ടെന്ന് നമുക്കറിയാം. ഇതിൻ്റെ എല്ലാം ഡൊമെയിൻ 6 ആയിരിക്കും. ഈ 6 ട്രിഗ്നോമെട്രിക് ഫങ്ഷൻ്റെയും ഡൊമെയിൻ 6 ആണ്. 6 ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുകയില്ല. ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഈ 6ൽ നിന്നും ആ ഫങ്ഷൻ, ഈ ട്രിഗ്നോമെട്രിക് ഫങ്ഷന് ഇൻഫിനിറ്റി വരുന്ന ഏതെങ്കിലും വാല്യൂസ് ഉണ്ടെങ്കിൽ ആ വാല്യൂ 6ൽ നിന്ന് മൈനസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ സൈൻ എക്സിൻ്റെ വാല്യൂ ഏതെങ്കിലും ഇൻഫിനിറ്റി വാല്യൂ സൈൻ എക്സിന് വരുന്നുണ്ടാവും. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിരുന്നു സൈൻ എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -1 to 1 ആണ്. സൈൻ എക്സിന് ഇൻഫിനിറ്റി എന്നുള്ള വാല്യൂ എവിടെയും കിട്ടുന്നില്ല. അതുകൊണ്ട് സൈൻ എക്സിൻ്റെ ഡൊമെയിൻ എന്ത് തന്നെയായിട്ട് നിലനിൽക്കും? 6 തന്നെയായിട്ട് നിലനിൽക്കും. അതുപോലെ തന്നെ കോസിൻ്റെ ഡൊമെയിനോ, കോസിന് എവിടെയെങ്കിലും ഇൻഫിനിറ്റി എന്നുള്ള വാല്യൂ വരുന്നുണ്ടോ? നിങ്ങൾ കോസിൻ്റെ വാല്യൂസ് പഠിച്ചതാണ്. 0 to 90 വരെയുള്ള വാല്യൂസ് നമ്മൾ ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള വാല്യൂസ് അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. കോസിൻ്റെ വാല്യൂ എവിടെയെങ്കിലും ഇൻഫിനിറ്റി വരുന്നുണ്ടായിരുന്നോ? കോസിൻ്റെയും വാല്യൂ -1 മുതൽ +1 വരെ ഉള്ളൂ നമുക്കറിയാം. അതുകൊണ്ട് കോസിന് ഇൻഫിനിറ്റി എന്ന വാല്യൂ കിട്ടുന്നില്ല. ഫോർ കോസിൻ്റെ ഡൊമെയിൻ എന്തായിട്ട് തന്നെ നിലനിൽക്കും? 6 ആയിട്ട് തന്നെ നിലനിൽക്കും. ഇനി ടാനിലേക്ക് വരിക. ടാൻ എക്സിന് ഏതെങ്കിലും എക്സിൽ ഇൻഫിനിറ്റി എന്നുള്ള വാല്യൂ വരുന്നുണ്ടോ? നിങ്ങൾ ഓർത്ത് നോക്കുക. കൃത്യമായിട്ട് ഓർക്കുന്നവർക്കറിയാം. ടാനിന് π/2 എന്താണ് വാല്യൂ? ഇൻഫിനിറ്റി വരുന്നുണ്ട്. 3π/2 എന്ത് വരുന്നുണ്ട്? അതായത് വെർട്ടിക്കൽ ആംഗിൾസ് വരുന്ന കേസിലെല്ലാം ടാനിന് എന്താണ് വാല്യൂ വരിക? ഇൻഫിനിറ്റി എന്നുള്ള വാല്യൂ വരും. അതുകൊണ്ട് ടാനിൻ്റെ ഡൊമെയിൻ നമ്മൾ കണ്ടാൽ ടാനിൻ്റെ ഡൊമെയിൻ എന്തായിരിക്കണം? ഈ 6ൽ നിന്നും എന്ത് കുറയ്ക്കണം? ഈ π/2ൻ്റെ π/2, 3π/2, 5π/2, 7π/2 ഇങ്ങനെ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 ടാനിന് ഇൻഫിനിറ്റിയാണ് വാല്യൂ വരുന്നത്. അതുകൊണ്ട് 6ൽ നിന്നും ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 കുറയ്ക്കണം. ദാറ്റ് മീൻസ് ടാൻ എക്സിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്? r-2n+1 π/2 നമുക്ക് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അതേപോലെ കൊസീക്ക് ഇൻഫിനിറ്റി വരുന്ന വാല്യൂ ഏതാണെന്ന് നോക്കി വെക്കുക.
കൊസീക്ക് ഇൻഫിനിറ്റി വരണമെങ്കിൽ സൈൻ 0 ആവണം. 1/sin ആണല്ലോ കൊസീക്ക്. അപ്പോൾ സൈൻ 0 ആവുന്ന വാല്യൂ എന്ന് പറയുന്നത് 0യിൽ പൈയിൽ ആ ഹൊറിസോണ്ടൽ ആംഗിൾ വരുന്നതെന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഹൊറിസോണ്ടൽ ആംഗിൾ 0, പൈ, 2π, 3π, 4π, ദാറ്റ് മീൻസ് nπ. അപ്പോൾ r-nπ ആണ് കൊസീക്കിൻ്റെ ഡൊമെയിൻ. അതുപോലെ സീക്കിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് കോസ് 0 ആവുന്ന വാല്യൂ 1/cos ആണ് സീക്ക്. ദർഫോർ കോസ് 0 ആവുന്ന വാല്യൂ കോസ് 0 ആവുന്നത് π/2, 3π/2 വെർട്ടിക്കൽ ആംഗിൾസിലാണ്. അതുകൊണ്ട് r-2n + 1 π/2. കോട്ട് എന്ന് പറയുന്നത് കോട്ട് 0 ആവുന്നത് tan 0 ആവുന്ന കേസിലാണ്. tan 0 ആവുന്നത് ഹൊറിസോണ്ടലിലാണ്, അതായത് r-nπ. ഇതുപോലെ നമുക്ക് ഈ 6 ഫംഗ്ഷൻ്റെയും ഡൊമെയിൻ വളരെ എളുപ്പത്തിൽ ഓർത്തിരിക്കാമെന്ന് നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി ഞാൻ ഇതിപ്പോൾ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും ഇത് ക്വാഡ്രന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ്, ഫോർത്ത്, ഏതെല്ലാം ഫംഗ്ഷൻ ഏതൊക്കെ ക്വാഡ്രന്റിലാണ് പോസിറ്റീവ് ആകുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റിലെല്ലാം പോസിറ്റീവാണ്, സെക്കൻഡിൽ സൈനും കൊസീക്കും, തേർഡിൽ ടാനും കോട്ടും, ഫോർത്തിലെ കോസും സീക്കും. കാര്യങ്ങൾ ഈ വർഷം മറന്നു പോകാൻ പാടില്ല, നമുക്ക് പല പ്രാവശ്യം ഇത് ആവശ്യമാണ്. പിന്നെ നമുക്ക് വളരെ അത്യാവശ്യമായ മറ്റൊരു കാര്യമാണ് ഓരോ ക്വാഡ്രന്റിലെയും ആംഗിൾസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതി. ഫസ്റ്റ് ക്വാഡ്രന്റിലെ ആംഗിളിനെ നമ്മൾ എക്സ് എന്ന് തന്നെ വിളിക്കുന്നു. സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ഒരു ആംഗിൾ വരുന്നതെങ്കിൽ ആ ക്വാഡ്രന്റിലെ ആംഗിളിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് π-x ആണ്. ഇത് തേർഡ് π+x, ഇത് -x. ഓർമ്മയുണ്ടല്ലോ. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഇയറുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ വർഷം ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. നമ്മൾ ഈ വർഷത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ വരിക. ഈ വർഷം നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് ഇയറിൻ്റെ കണ്ടിന്യൂവേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഈ 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും ഇൻവേഴ്സ് കാണാനാണ്. പക്ഷേ ഫസ്റ്റ് ഇയർ ടോപ്പിക്കിൽ നമ്മൾ കണ്ടു ഇൻവേഴ്സ് കാണണമെങ്കിൽ ആ ഫംഗ്ഷൻസ് എല്ലാം ഒരു 1/1/2 ഫംഗ്ഷൻ, അതായത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ. ഇവിടെ ഈ 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും 1/1/2 ആണോ? ഇതിൻ്റെ ഗ്രാഫ് എടുത്ത് ചെക്ക് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും ഇത് 1/1/2 ആണോ എന്ന്. ഇതിൻ്റെ ഡൊമൈൻ ആൻഡ് റേഞ്ച് എല്ലാം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഇതിൻ്റെ ഡൊമൈൻ എല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു. സൈനിൻ്റെ ആറാണ്, ഇത് r-nπ ആണെന്നെല്ലാം പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നിങ്ങൾ അതുകൊണ്ട് ഇതിൻ്റെ ഡൊമൈനൊക്കെ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് തറവാണ്, ഇനി അത് വീണ്ടും പറയേണ്ട കാര്യമില്ല. ഇതിൻ്റെ റേഞ്ചിനെ പറ്റി ഇപ്പോൾ നമ്മൾ അത്ര കാര്യമായി പഠിക്കുന്നില്ല. ഇതിൻ്റെ ഡൊമൈനാണ് നമുക്ക് പ്രധാനമായിട്ടുമുള്ളത്. അപ്പോൾ ഈ ഫങ്ഷൻസ് നമുക്കിപ്പോൾ ചെക്ക് ചെയ്യേണ്ടത് ഈ 6 ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസും ബൈജക്റ്റീവ് ആണോ എന്നാണ്, അതായത് 1/1/2 ആണോ എന്ന്. ഈ ഫങ്ഷൻസ് എല്ലാം ഓൺ2 ആണ്. ഇനി ഇത് 1/1 ആണോ എന്നേ നമ്മൾ ചെക്ക് ചെയ്യണ്ടു. ഇത് 1/1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്കൊരു എളുപ്പമാർഗമുണ്ട്. നിങ്ങൾ അതിൻ്റെ ഗ്രാഫിൽ നോക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ 1/1 ആണോ ഒന്ന് അതിനൊരു പീക്ക് കർവ് ഉണ്ടെങ്കിൽ അത് 1/1 ആകാൻ സാധ്യതയില്ല. ഫോർ എക്സാമ്പിൾ സൈൻ നോക്കുക, ഇതിനൊരു പീക്ക് കർവ് ഉണ്ട്, കണ്ടോ? അതേപോലെ ഇവിടെ എല്ലാം പീക്ക് കർവുകളുണ്ട്. പീക്ക് കർവ് ഉണ്ടെങ്കിൽ അത് 1/1 അല്ല. പിന്നെ അതിന് ആ കർവിന് പാരലായിട്ട് ആ കർവിൻ്റെ വേറെ ഭാഗങ്ങളുണ്ടെങ്കിൽ, കണ്ടോ, ഇതിന് പാരലാണ് ഇതും പാരലാണ്. പാരലായിട്ട് ഭാഗങ്ങളുണ്ടെങ്കിൽ ആ കർവ് 1/1 അല്ല. അപ്പോൾ ആ കർവിനെ സ്വാഭാവികമായും നമുക്ക് 1/1 ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ പീക്ക് കർവ് വരുന്ന പോർഷൻസ് എല്ലാം ഒഴിവാക്കുക, പിന്നെ പാരലൽ കഷ്ണങ്ങളെല്ലാം ഒഴിവാക്കുക. അതിലേതെങ്കിലും ഒരു കഷ്ണം മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് അങ്ങനെ പീക്ക് കർവും ഒഴിവാക്കണം, പാരലൽ കഷ്ണങ്ങളും ഒഴിവാക്കണമെങ്കിൽ അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു ഭാഗം ഇതാണ്. എല്ലാ പാരലൽ കഷ്ണങ്ങളും പീക്ക് പോർഷനും ഇതിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ നമുക്കൊരു ഈ sin x എന്ന ഗ്രാഫിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് കിട്ടിയത്. ഇപ്പോൾ ഈ ഫംഗ്ഷൻ എന്തായി മാറി? ഇതിന് പീക്ക് കർവുമില്ല, പാരലൽ കർവുകളുമില്ല. അതുകൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലാകാനുള്ള എളുപ്പത്തിന് ഞാനൊരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ അതല്ല ശരിക്കും ഡെഫിനിഷനായിട്ട് ചെക്ക് ചെയ്യാനുള്ള ഒറിജിനൽ മെത്തേഡ് അതല്ല. എങ്കിലും നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്ന 2 കാര്യങ്ങളാണ് പീക്ക് കർവും പാരലൽ കർവും. അപ്പോൾ പീക്ക് കർവും പാരലൽ കർവും ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന സൈനിൻ്റെ
ഡൊമെയിൻ. ഇതാണ് പുതിയ സൈൻ ഫംഗ്ഷൻ. അതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് ഏതാണ്? -π/2 മുതൽ ഈ ഗ്രാഫ് നിലനിൽക്കുന്ന പോർഷൻ, അതാണ് അതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഈ ഗ്രാഫ് നിലനിൽക്കുന്ന പോർഷൻ -π/2 മുതൽ +π/2 വരെയുള്ള പോർഷനാണ്. ഈ പോർഷനെ നമ്മളൊരു പ്രത്യേക പേര് വിളിക്കും. ഇങ്ങനെ ഈ ഫംഗ്ഷനെ 1 ആക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന പോർഷൻ, ഈ പോർഷനെ നമ്മൾ വിളിക്കുന്ന പ്രത്യേക പേരാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. അപ്പോൾ സൈൻ എന്ന ഫംഗ്ഷൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതാണ്? നമ്മൾ -π ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 മുതൽ +π/2 വരെയുള്ള പോർഷൻ. ഈ പോർഷൻ മാത്രം എടുത്താൽ ഇത് 1 ആയി. ഓൾറെഡി ഫംഗ്ഷൻ ഓൺ2 ആയിരുന്നു. എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും ഓൺ2 ആണ്. ഇത് 1 കൂടിയായി. ദെർഫോർ ഇപ്പോൾ ഇത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ഹെൻസ് ഇറ്റ് ഈസ് ഇൻവെർട്ടിബിൾ. ഇൻവെർട്ടിബിൾ എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷന് ഒരു ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും. ആ ഇൻവേഴ്സ് ഫംഗ്ഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. എഫിൻ്റെ ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് ആണെങ്കിൽ സൈനിൻ്റെ ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സ് നമ്മൾ നൊട്ടേഷൻ കൊടുക്കുന്നു. ഈ ഫംഗ്ഷൻ്റെ വാല്യൂസ് എവിടെയാണ് നിൽക്കുക? A2. ഇതിൽ നിന്ന് സൈൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് തിരിച്ച് എയിൽ നിന്നും ഈ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ പോർഷനിലെ ഈ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങളൊരു കാര്യം കൂടെ പ്രത്യേകം ഓർത്ത് വെക്കുക. സൈൻ എന്ന ഫംഗ്ഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആംഗിൾസിലാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു നമ്പറായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതേസമയം അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്പേഴ്സിലാണ്. ഫോർ എക്സാമ്പിൾ സൈൻ ഇൻവേഴ്സ് 1, സൈൻ ഇൻവേഴ്സ് 2 ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്പേഴ്സിലാണ്. അതിൻ്റെ വാല്യൂ കിട്ടുന്നത് ഒരു ആംഗിളായിട്ടാണ്. സൈൻ ഇൻവേഴ്സിൻ്റെ വാല്യൂ എപ്പോഴും ഒരു ആംഗിളാണ്. അക്കാര്യം ഓർത്ത് വെക്കുക. അങ്ങനെ സൈൻ ഇൻവേഴ്സ് എന്നുള്ള ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്തു എന്ന് നമ്മൾ പ്രൂവ് ചെയ്തെടുത്തു. അതേപോലെ തന്നെ നമുക്കിനി കോസ് ഇൻവേഴ്സ് 1 ആയിരുന്നോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ തന്നെ കോസ് ഇൻവേഴ്സിൻ്റെ കേസിൽ നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അതിന് പീക്ക് കർവ് ഉണ്ടോ പാരലൽ കർവ് ഉണ്ടോ? ഇതുണ്ട്, ഇത് പാരലൽ, ഇത് രണ്ടും പാരലലാണ്. ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ ഒരുപാട് പാരലൽ കഷ്ണങ്ങൾ അതിന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഫംഗ്ഷൻ 1 അല്ല. അതുകൊണ്ട് നമ്മൾ 1 ആക്കാൻ വേണ്ടി നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാ പാരലൽ പോർഷൻസും എല്ലാ പീക്ക് പോർഷൻസും നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കളയാണ്. അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മൾ പ്രധാനമായും ഇതിൻ്റെ സെൻട്രൽ പോർഷനാണ് കണക്കാക്കുന്നത്. ബാക്കി ഏത് പോർഷൻ വേണമെങ്കിലും എടുക്കാം. എങ്കിലും നമ്മൾ ഇതിൻ്റെ ഏറ്റവും സെൻട്രലിൽ ആ പീക്ക് കർവും പാരലൽ പോർഷൻ ഒഴിവാക്കി കിട്ടുന്ന സെൻട്രൽ പോർഷനിലെ ഭാഗമാണ് നമ്മൾ എടുക്കുക. ഇങ്ങനെ ഒഴിവാക്കിയെടുത്താൽ കോസിന് കിട്ടുന്ന പോർഷൻ ഇതാണ്. അപ്പോൾ പുതിയ കോസ് 1 ആയി മാറി. കണ്ടെത്തിരിയും പീക്കില്ല, പാരലൽ പോർഷൻസ് ഇല്ല. അതുകൊണ്ട് ഇതൊരു 1 ഫംഗ്ഷനാണ്. ഈ 1 ഫംഗ്ഷന് പുതുതായി കിട്ടിയ ഡൊമെയിൻ ഏതാണെന്ന് നോക്കുക. ഈ ഫംഗ്ഷൻ നിലനിൽക്കുന്ന പോർഷൻ എവിടെ എക്സ് ആക്സിസിൽ എവിടെ മുതൽ എവിടം വരെയാണെന്ന് നോക്കിയാൽ മതി. ഇതുകൊണ്ട് 0 മുതൽ π വരെയാണ് ഈ കോസ് എന്ന ഫംഗ്ഷൻ നിലനിൽക്കുന്നത്. ദെർഫോർ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ഇതിൻ്റെ മെയിൻ പോർഷനായത് ഇതിനെ 1 ആക്കിയ പോർഷനാണ്. അതുകൊണ്ട് ഇതിൻ്റെ പേരാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കോസ് എക്സ്. അപ്പോൾ നമ്മളിവിടെ കോസ് എക്സിനെ 1 ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അതിൻ്റെ പോർഷൻസ് കട്ട് ചെയ്ത് 0 to π ആക്കി. ഇതിപ്പം 1 ആണ്, ഓൾറെഡി ഓൺ2 ആയിരുന്നു. ദെർഫോർ ഇതിൻ്റെ ബൈജക്റ്റീവായി. ഹെൻസ് ഇതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ കോസ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. കോസ് ഇൻവേഴ്സ് എവിടെ നിന്ന് എങ്ങോട്ട് വരും? എയിൽ നിന്നും ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലേക്ക് വരും. ഇതാണ് കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ഇത് ഓർത്ത് വെക്കണം. ഇവിടെയും കോസ് ഇൻവേഴ്സിൻ്റെ വാല്യൂസ് എപ്പോഴും ഒരു ആംഗിൾ ആയിരിക്കും എന്ന കാര്യം ഓർത്ത് വെക്കുക. കാരണം ഇതാണല്ലോ ഇതിൻ്റെ റേഞ്ച് 0 to π. ഇതൊരു ആംഗിളിലാണ്. അതുകൊണ്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നൊരു നമ്പറിലാണ്, എ എന്ന നമ്പറിലാണ്. എ എന്ന് പറയുന്നാൽ ക്ലോസ് ഇൻ്റർവൽ -1 to 1 ആണെന്ന് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ആംഗിൾ ആയിരിക്കും. അപ്പോൾ കോസ് ഇൻവേഴ്സിൻ്റെ കേസ് നമ്മൾ കണ്ടു. ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഫങ്ഷൻസ് ഒന്ന് ഓടിച്ച് നോക്കുവാണ്. അടുത്തത് ടാനിനെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയാണ്. ടാനിന് പീക്ക് പോർഷൻസ് ഇല്ല, പക്ഷേ എന്തുണ്ട്? പാരലൽ കർവുകളുണ്ട്. ഈ പാരലൽ കർവുകൾ ഉണ്ടെങ്കിൽ ഇത് 1 ആകുകയില്ല. അതുകൊണ്ട് നമ്മൾ പാരലൽ കർവുകളെല്ലാം ഒഴിവാക്കണം. പാരലൽ കർവുകളെല്ലാം ഒഴിവാക്കിയാൽ കിട്ടുന്ന അതിൻ്റെ സെൻട്രലിൽ വരുന്ന കർവ് ഇതൊരു 1 ഫംഗ്ഷനാണ്.
ഈ 1 1 ഫംഗ്ഷനായി മാറി കിട്ടിയപ്പോഴുള്ള ഇതിൻ്റെ പുതിയ ഡൊമെയിൻ ഏതാന്ന് നോക്കുക. പുതിയ ഡൊമെയിൻ -π/2 മുതൽ +π/2 വരെയാണ്. പക്ഷേ ടാനിനെ സംബന്ധിച്ചിടത്തോളം π/2 ടാന് ഇൻഫിനിറ്റി ആയതുകൊണ്ട് ഈ -π/2 +π/2 നമ്മൾ അതിൻ്റെ റേഞ്ചിൻ്റെ ഡൊമൈനിൻ്റെ കൂടെ പെടുത്തില്ല. അപ്പോൾ ടാനിൻ്റെ ഡൊമൈൻ എഴുതുമ്പോൾ നമ്മൾ അത് ഒഴിവാക്കിയെടുക്കണം. -π/2 മുതൽ +π/2 വരെ എടുക്കുമെങ്കിലും ഇതിൻ്റെ എൻഡ് പോയിന്റ്സ് നമ്മൾ കണക്കാക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചായിട്ട് എടുക്കുന്നത് ഓപ്പൺ ഇൻ്റർവെൽ -π/2 +π/2 ആണ്. അപ്പോൾ ഇത് 1 1 ആയി ഓൾറെഡി ഓൺ ടു ആണ്. ദെയർഫോർ ഇതിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ടാൻ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു. ആറിൽ നിന്നും ഇങ്ങോട്ട് തിരിച്ചെടുക്കുന്നു. ആറിൽ നിന്നും ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലേക്ക്. ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. അത് ഓർത്ത് വെക്കണം. ഇപ്പം നമ്മൾ ടാനിൻ്റെ കേസ് കണ്ടു. ഇനി അതേപോലെ തന്നെ ബാക്കിയുള്ള 2 ഫംഗ്ഷൻസും 3 ഫംഗ്ഷൻസും കൂടെ നമ്മളൊന്ന് ഓടിച്ച് നോക്കുകയാണ്. അടുത്തത് കൊസീക്കിൻ്റെ കേസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കൊസീക്കിൻ്റെ കേസിലും ഇതിന് 2 കേസ് ഉണ്ട്. ഒന്ന് പീക്ക് കർവും ഉണ്ട്, പിന്നെ പാരലൽ കർവുകളും ഉണ്ട്. അതുകൊണ്ട് എന്തായാലും ഓൺ ടു അല്ല. അപ്പോൾ ഈ പീക്ക് കർവും പാരലൽ കർവും ഒഴിവാക്കി കിട്ടണം. അപ്പോൾ ഈ പാരലൽ കർവുകൾ എന്ന് പറഞ്ഞാൽ ഇതിലെ ഏതെങ്കിലും ഒരു കഷ്ണം മതി. പിന്നെ ഈ പീക്ക് പോർഷൻ ഒഴിവാകണം. ബാക്കി കഷ്ണങ്ങൾ പോകണം. പിന്നെ ഈ പീക്ക് പോർഷൻ ഒഴിവാകണം. പീക്ക് പോർഷൻ ഒഴിവായ ഇതിൻ്റെ കൂടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനെപ്പോഴും പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ ഉണ്ടാക്കണം. പോസിറ്റീവ് വാല്യൂ താഴോട്ടുള്ള പോർഷനും വേണം, മുകളിലോട്ടുള്ള പോർഷനും വേണം. അതുകൊണ്ട് നമ്മൾ അതിന് കണക്കാക്കി എടുക്കുമ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ വരും. പീക്ക് പോർഷനും ഒഴിവാകണം, പാരലൽ പോർഷൻസ് ഒഴിവാകണം, പോസിറ്റീവ് വാല്യൂം നെഗറ്റീവ് വാല്യൂം എല്ലാം ഇതിന് മുമ്പ് പറഞ്ഞ ഫംഗ്ഷൻസിനും അങ്ങനെ വേണം കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. എല്ലാത്തിനെയും നെഗറ്റീവ് വാല്യൂ വരുന്ന പോർഷനും വേണം, പോസിറ്റീവ് വാല്യൂ വരുന്ന പോർഷനും വേണം. അത് മറ്റേതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ സംഭവിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയാതിരുന്നത്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതിനെ 1 1 ആക്കി എടുത്തപ്പോൾ ഇതിന് വന്ന പുതിയ ഡൊമൈൻ നോക്കുക. പുതിയ ഡൊമൈൻ ഏതാണ്? -π/2 മുതൽ +π/2 വരെയാണ്. പക്ഷേ ഇതിനിടയ്ക്കുള്ളൊരു കേസിൽ കൊസീക്കിന് വാല്യൂ ഇല്ല. അതുകൊണ്ട് ഈ 0യിൽ കൊസീക്ക് ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ട് നമ്മുടെ ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചായിട്ട് കൊസീക്ക് നമ്മൾ എടുക്കുന്നത് ഏതാണ്? -π/2 മുതൽ +π/2 വരെ എടുത്തു. അതിൽ നിന്ന് ആരെ ഒഴിവാക്കണം? 0യെ ഒഴിവാക്കണം. അതിപ്പോൾ 1 1 ഓൺ ടു. ഈ കേസിൽ ഈ ഡൊമൈനിൽ ഇത് 1 1 ഓൺ ടു ആണ്. അതുകൊണ്ട് അതിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു. കോസ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ബിയിൽ നിന്നും ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലേക്ക്. കോസിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് ക്ലോസ് ഇൻ്റർവെൽ -π/2 π/2 -0 ആണ്. ഈ കാര്യവും ഓർത്ത് വെക്കുക. ഇനി ബാക്കി രണ്ടും കൂടി ഒന്ന് ഓടിച്ച് നോക്കാം. സീക്കും നമുക്ക് വേറെയുള്ളത് സീക്കും കോട്ടുമാണ്. ഇനി അടുത്തത് സീക്ക് എടുക്കുക. സീക്കിൻ്റെ ഇതേ സീക്കിൻ്റെ ഷേപ്പ് തന്നെയാണുള്ളത്. പീക്ക് പോർഷനും ഉണ്ട്, പാരലൽ പോർഷൻസും ഉണ്ട്. അത് രണ്ടും കട്ട് ചെയ്ത് പോവുകയും ചെയ്യണം. പോസിറ്റീവ് വാല്യൂം നെഗറ്റീവ് വാല്യൂം 2 വാല്യൂസും വരുകയും വേണം. അങ്ങനെ എടുക്കാൻ വേണ്ടി നമ്മൾ അതിനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെയാണ് എൻ്റെ കർവ് വരിക. എൻ്റെ കർവ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് 1 1 ഫംഗ്ഷനായി മാറി. 1 1 ഫംഗ്ഷനായിട്ട് മാറിക്കഴിഞ്ഞപ്പോഴുള്ള ഇതിൻ്റെ ഡൊമൈൻ സൈനിൻ്റെ എക്സ് ആക്സിസിൻ്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ നോക്കുക. ഈ ഗ്രാഫുള്ള ഈ ഗ്രാഫ് ഇവിടെ നിന്നാണ് ഈ ഗ്രാഫ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്തു. ഈ ഗ്രാഫ് തീരുന്നത് ഇവിടെയാണ്. ഈ പോയിന്റിലാണ് തീരുന്നത്. അപ്പോൾ ഇവിടം വരെയുള്ള പോർഷൻ ഗ്രാഫ് തുടങ്ങുന്നോടം മുതൽ തീരുന്നോടം വരെയുള്ള എക്സ് ആക്സിസിലെ പോർഷൻസാണ് നമ്മൾ എടുക്കുക. ഇത്രയും ഈ പോർഷനാണ് 0 to π. ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു വാല്യൂ ഇല്ലാതെ പോകുന്നുണ്ട്. അതാരാണ്? സീക്ക് ഇൻഫിനിറ്റി വരുന്ന പോയിന്റ്. സീക്ക് ഇൻഫിനിറ്റി വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് π/2 ആണ്, നമുക്കറിയാം. അതുകൊണ്ട് ആ റേഞ്ചിൽ നിന്നും സീക്കിൻ്റെ 0 to πയിൽ നിന്നും സീക്ക് ഇൻഫിനിറ്റി വരുന്ന പോയിന്റ് നമ്മൾ ഒഴിവാക്കി. എല്ലാത്തിൻ്റെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ നിന്നും അത് ഇൻഫിനിറ്റി വരുന്ന പോയിന്റ് ഒഴിവാക്കുന്നുണ്ട്. സൈനിന് ഇൻഫിനിറ്റി വരുന്നില്ലാത്തതുകൊണ്ട് ഇത് ഫുൾ എടുത്തത്. കൊസീക്ക് ഇൻഫിനിറ്റി വരുന്ന 0 ഒഴിവാക്കിയിട്ടുണ്ട്. ടാൻ ഇൻഫിനിറ്റി വരുന്നത് π/2 -π/2 ആണ്. അത് ആ ഇൻ്റർവെല്ലിൽ നിന്ന് ഒഴിവാക്കിയാണ് നമ്മൾ എടുത്തത്. കോസിന് ഇൻഫിനിറ്റി വരുന്ന പോയിന്റ് ഇല്ല, അതുകൊണ്ട് അത് ഫുൾ എടുത്തു. സീക്കിൻ്റെ കേസിലെടുത്തപ്പോൾ π/2 ആണ് ഇൻഫിനിറ്റി വരുന്ന പോയിന്റ്. അതുകൊണ്ട് അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ചെയ്യുന്നത് കട്ട് ചെയ്തു. ഇനി നമുക്ക് ബാക്കി നോക്കാനുള്ളത് കോട്ട് മാത്രമാണ്. കോട്ടിൻ്റെ കേസും കൂടി ഒന്ന് നോക്കിയേക്കാം. കോട്ട് മാറിപ്പോയാണ്. അപ്പോൾ കോട്ടിൻ്റെ പാരലൽ കർവുകളുണ്ട്. പീക്ക് കർവില്ല, പക്ഷെ പാരലൽ കർവുകളുണ്ട്. അതുകൊണ്ട് പാരലൽ കർവുകൾ കട്ട് ചെയ്ത് കളയണം. പോസിറ്റീവും നെഗറ്റീവും വാല്യൂ വരുന്ന പോർഷൻ വേണം. അപ്പോൾ നമ്മളിത് സ്വാഭാവികമായും കട്ട് ചെയ്ത് കളഞ്ഞാൽ അതിൻ്റെ നടുഭാഗത്തെ കഷ്ണമാണ് നമ്മൾ എടുക്കുന്നത്. ഈ പോർഷൻസ് എടുത്താൽ ഇതെവിടം തൊട്ട് എവിടം വരെയാണ് എക്സ് ആക്സിസിൽ വരുന്നത് നോക്കുക. ഈ ഗ്രാഫിൻ്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെയുള്ള എക്സ് ആക്സിസിലെ പോർഷൻ ഇങ്ങേയറ്റത്ത് വരുന്നത് ഇവിടെയാണ്. ഇപ്പോൾ 0 മുതൽ π വരെയാണ്.
0 മുതൽ പൈ വരെയുള്ളതിൽ നമുക്കറിയാം ഇത് പൈയിലും 0യിലും ഇൻഫിനിറ്റി ആയതുകൊണ്ട് ആ പോർഷൻ ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് കോട്ട് എടുക്കുമ്പം. അതുകൊണ്ട് നമ്മൾ ഓപ്പൺ ഇൻ്റർവൽ 0 പൈ നിർത്തി ഇൻഫിനിറ്റി വരുന്ന പോർഷൻസ് ഒഴിവാക്കിയിട്ട് എടുത്തു. അപ്പോൾ ഈ കോട്ട് 1 1 1 2 ആയി. അതുകൊണ്ട് ഇത് ഇൻവെർട്ടിബിൾ ആണ്. ഇൻവെർട്ടിബിൾ ആണെങ്കിൽ ഫംഗ്ഷൻ ആറിൽ നിന്നും ഓപ്പൺ ഇൻ്റർവൽ 0 പൈയിലേക്കാണ് വരിക. ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും ഡൊമൈൻ കട്ട് ചെയ്തത് എന്ന് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഡൊമൈൻ കട്ട് ചെയ്ത് കിട്ടിയ പുതിയ ഡൊമൈൻ്റെ പേരാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ഈ ഡൊമൈൻ എല്ലാം നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഇത് ഓർത്തിരിക്കാൻ നല്ല എളുപ്പമാർഗമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ 2 സെക്ഷനായിട്ട് ഇത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് സൈനിൻ്റെ ടീം, സൈനും സൈനിൻ്റെ ബ്രദറും സൈനിൻ്റെ ഫസ്റ്റ് കസിനും. അവർ അതാരൊക്കെയാണ്? സൈനും കൊസീക്കും ടാനും. ഇവരുടെ മൂന്നിൻ്റെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് ആരാണ്? ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം ഒന്ന് തന്നെയാണ്. ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 മുതൽ π/2 വരെയാണ് സൈനിന്. കൊസീക്കിന് അത് തന്നെയാണ്. പക്ഷെ കൊസീക്ക് 0 വരുന്ന കൊസീക്ക് ഇൻഫിനിറ്റി വരുന്ന പോയിന്റ് അതിൻ്റെ അകത്ത് കളഞ്ഞു എന്നേ ഉള്ളൂ. ഇത് തന്നെ അതിൽ നിന്ന് കൊസീക്ക് ഇൻഫിനിറ്റി കളഞ്ഞു. ടാനിൻ്റെ അത് തന്നെയാണ്. അതിൻ്റെ അകത്ത് നിന്ന് ടാൻ ഇൻഫിനിറ്റി വരുന്ന പോയിന്റ് അങ്ങ് മാറ്റിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ മൂന്നിൻ്റെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ശരിക്കും -π/2 മുതൽ +π/2 വരെ എന്ന് പറഞ്ഞാൽ ഏത് പോർഷനാണ് വരിക എന്നറിയുമോ? നമ്മുടെ ക്വാഡ്രന്റ് വെച്ച് പറയുവാണെങ്കിൽ അത് ഏത് ക്വാഡ്രന്റാണ് വരിക? -π/2 മുതൽ 0 വരെ, 0 മുതൽ π/2 വരെ. അതായത് -π/2 എന്ന് പറയുന്നത് ഈ ആംഗിളിനെയാണ് നമ്മൾ -π/2 എന്ന് വിളിക്കുക. -π/2 മുതൽ 0 എന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെ. പിന്നെ 0 മുതൽ π/2 എന്ന് പറഞ്ഞാൽ ഇതാണ് 0 മുതൽ π/2 വരെ. അപ്പോൾ നമ്മുടെ ഏത് പോർഷനാണ് വരിക? ഈ 4th-ഉം 1st-ഉം ഈ 2 ക്വാഡ്രന്റാണ് നമ്മളുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈനിൻ്റെയും ടീമിൻ്റെയും. സൈനും സൈനിൻ്റെ ബ്രദറും ഫസ്റ്റ് കസിനും കൂടിയ ഈ ടീമിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ 1st ക്വാഡ്രന്റും 4th ക്വാഡ്രന്റുമാണ്. 1st ക്വാഡ്രന്റിലെ ആംഗിൾ എന്ന് പറയുന്നത് x ആണ്. അതായത് 1st ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം പോസിറ്റീവ് വരുന്ന ക്വാഡ്രന്റ്. സൈനും കൊസീക്കും ടാനിനും പോസിറ്റീവ് വാല്യൂ വരുന്നത് 1st ക്വാഡ്രന്റിലാണ്. അത് എക്സ് എന്ന് നമ്മൾ എടുക്കുന്നു. അതിൻ്റെ വാല്യൂ കാണാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ നമ്മൾ എക്സ് എന്ന് എടുക്കും. ഇനി സൈനും കോസും ടാനും നെഗറ്റീവ് വരുന്ന ക്വാഡ്രൻ്റാണ്. അതിൻ്റെ പ്രിൻസിപ്പൽ ക്വാഡ്രൻറ്റ്. നെഗറ്റീവ് വരുന്ന പ്രിൻസിപ്പൽ ക്വാഡ്രൻറ്റ് 4th ക്വാഡ്രൻ്റാണ്. അതായത് ഇതാണ് അവരുടെ പ്രിൻസിപ്പൽ ക്വാഡ്രൻറ്റ്, 1st-ഉം 4th-ഉം. 1st-ൽ ഇതിൻ്റെ എല്ലാം പോസിറ്റീവ് വാല്യൂ വരും, 4th-ൽ ഇവരുടെ എല്ലാം നെഗറ്റീവ് വാല്യൂ വരും. അതുകൊണ്ട് അത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. എൻ്റെ ബാക്കിയുള്ള പോയിന്റ് ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ 1st-ഉം 4th-ഉമാണ് സൈനിൻ്റെയും ടീമിൻ്റെയും പ്രിൻസിപ്പൽ ക്വാഡ്രൻറ്റ്. പോസിറ്റീവ് ക്വാഡ്രൻറ്റ് 1st-ഉം നെഗറ്റീവ് ക്വാഡ്രൻറ്റ് 4th-ഉം. അതേപോലെ അടുത്ത ടീമുകളാണ് കോസും കോസിൻ്റെ ബ്രദറും ഫസ്റ്റ് കസിനും. അതായത് കോസിൻ്റെ ബ്രദർ സീക്കാണ്, എൻ്റെ ഫസ്റ്റ് കസിൻ കോട്ടാണ്. ഇവരുടെ മൂന്നിൻ്റെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതാന്ന് നോക്കിക്കേ. എല്ലാം 0 പൈ തന്നെയാണ്. ക്ലോസ്ഡ് ഇൻ്റർവൽ 0 പൈ ആണ്. അതിൽ നിന്നും സീക്കിൻ്റെ കേസ് വരുമ്പോൾ സീക്ക് ഇൻഫിനിറ്റി വരുന്നത് കളഞ്ഞു. കോട്ടിൻ്റെ കേസ് വരുമ്പോൾ കോട്ട് ഇൻഫിനിറ്റി വരുന്ന പോയിന്റ്സ് ഒഴിവാക്കി. അത് മാത്രമേ ഉള്ളൂ. ബേസിക്കലി ഇവരുടെ മൂന്നിൻ്റെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് സെയിം ആണ്. അത് ഏത് ക്വാഡ്രൻ്റ് ആയിരുന്നു? ക്വാഡ്രൻ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഏത് ക്വാഡ്രൻ്റ് ആയിരുന്നു അത്? 1st-ഉം 2nd-ഉമാണ്. ഇവരുടെ മൂന്നിൻ്റെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഏത് ക്വാഡ്രൻ്റാണ്? 1st ക്വാഡ്രൻറ്റും 2nd ക്വാഡ്രൻറ്റും. 1st ക്വാഡ്രൻറ്റിലാണ് ഇതിൻ്റെ പോസിറ്റീവ് വാല്യൂ വരുന്ന പ്രിൻസിപ്പൽ ക്വാഡ്രൻറ്റ് 1st-ഉം നെഗറ്റീവ് വാല്യൂ വരുന്ന പ്രിൻസിപ്പൽ ക്വാഡ്രൻറ്റ് 2nd. എല്ലാത്തിനും പോസിറ്റീവും നെഗറ്റീവും വാല്യൂ ഉണ്ടല്ലോ. പോസിറ്റീവ് വാല്യൂ 2 കേസിലും പോസിറ്റീവ് വാല്യൂ 1st ക്വാഡ്രൻറ്റ് തന്നെയാണ്. ഇവരെ രണ്ടാമത്തെ ടീമുകാരുടെ നെഗറ്റീവ് വാല്യൂ വരുന്ന ക്വാഡ്രൻറ്റ് 2nd ക്വാഡ്രൻ്റാണ്. ഈ 2 കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളിത് ഇപ്പം തന്നെ മനസ്സിലൊന്ന് തറപ്പിച്ച് വെക്കുക. ഇനി പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞ ഈ 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 3 പേരുടെയും പ്രിൻസിപ്പൽ ക്വാഡ്രൻറ്റ് 1st-ഉം 4th-ഉമാണ്. അതിൽ പോസിറ്റീവ് ക്വാഡ്രൻറ്റ് എന്ന് പറയുന്നത് 1st-ആണ്. പോസിറ്റീവ് വാല്യൂ വരുമ്പം അത് ഡയറക്റ്റ് എക്സ് എന്ന ആംഗിൾ എടുക്കും. നെഗറ്റീവ് വാല്യൂ ആണ് ഇതിന് എടുക്കണമെങ്കിൽ അതിൻ്റെ ആൻസർ എടുക്കുമ്പം -x എന്ന് വേണം ആൻസർ എഴുതാൻ.
അതേപോലെ ഈ 3 പേരുടെയും പോസിറ്റീവ് വാല്യൂ വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആൻസർ എഴുതും. നെഗറ്റീവ് വാല്യൂ, അതായത് നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ ഈ സെക്കൻഡ് ക്വാഡ്രന്റാണ്. സെക്കൻഡ് ക്വാഡ്രന്റിലെ ആംഗിളിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പൈ മൈനസ് എക്സ് എന്നാണ്. അപ്പോൾ ഇവരുടെ നെഗറ്റീവ് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരുന്നതെങ്കിൽ നമ്മൾ എന്ത് വേണം എഴുതാൻ? പൈ മൈനസ് എക്സ് എന്ന് വേണം ആൻസർ എഴുതാൻ. അത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അതങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ റീസൺ ഇതാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. ഇതിൻ്റെ ബാക്കി പ്രോബ്ലം സെക്ഷൻസ് എനിക്ക് വേറെ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ പോർഷനിൽ നിന്നും വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇതെല്ലാം കൂടെ എന്ന് പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും ഗ്രാഫ് ചോദിക്കും. ഇതിൻ്റെ എല്ലാം ഗ്രാഫ് ഞാനിവിടെ ഓടിച്ച് കാണിക്കാം. നിങ്ങളുടെ നോട്ടിൽ നിർബന്ധമായും വരച്ചിരിക്കണം. ഈ 1/1 ആയി സൈൻ മുതൽ തന്നെ കാണിക്കാം. സൈൻ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് എൻ്റെ ഡൊമൈനും ഡൊമൈൻ -1 to +1, റേഞ്ച് -π/2 π/2 എന്നത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. രണ്ടാമത്തേത് കൃത്യമായും ഗ്രാഫ് ഷേപ്പ്, അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ, ഡൊമൈന്, റേഞ്ചും കൂടെ ഡൊമൈൻ പഠിച്ചിരിക്കാൻ പറ്റുന്നവർക്ക് ഡൊമൈനും കൂടെ പഠിച്ചു വെക്കണം. റേഞ്ച് നിർബന്ധമായും പഠിച്ചു വെക്കണം. പ്രിൻസിപ്പൽ വാല്യൂ, ബ്രാഞ്ചും ഷേപ്പും അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇത് കോസിൻ്റെതാണ്. കോസിൻ്റെത് -1 to 1 ആണ് ഡൊമൈൻ. റേഞ്ച് 0 to π ആണ്. അതിവിടെ കാണിക്കുന്നുണ്ട്. നോട്ടിൽ നിർബന്ധമായും ഗ്രാഫും കൂടെ വരച്ചിരിക്കണം. അടുത്തത് ടാനിൻ്റെത് 6 ആണ് ഡൊമൈന്. റേഞ്ച് എന്ന് പറയുന്നത് -π/2 മുതൽ +π/2 വരെയാണ്. അതിൻ്റെ ഡൊമൈനും ഗ്രാഫും ഷേപ്പും എല്ലാം കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അടുത്തത് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെത് R -1 1 ആണ്. നമ്മൾ കാണിച്ചിരിക്കുന്നതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കൊസീക്കിൻ്റെ ബി എന്ന് കാണിച്ചിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞാൽ R -1 to 1 ആണ്. ഇതാണ് ഡൊമൈൻ. റേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ റേഞ്ച് അതിനെ അല്ലെങ്കിൽ നോക്കിക്കുക. റേഞ്ച് -π/2 മുതൽ +π/2 വരെ. അതിൽ 0 ഒഴിവായിപ്പോയി. കൃത്യമായി ഗ്രാഫും ഡൊമൈനും വെച്ച് നമുക്ക് വെരിഫൈ ചെയ്യാം. നിങ്ങളുടെ നോട്ട് വരച്ച ശേഷം ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ, റേഞ്ചും ഡൊമൈനും എല്ലാം വെച്ചതൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. അടുത്തത് സീക്ക് ഇൻവേഴ്സിൻ്റെ ഗ്രാഫാണ്. സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് ഡൊമൈനും റേഞ്ചുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. അത് തെറ്റാതെ എല്ലാം മനസ്സിലാക്കി വരയ്ക്കണം. അടുത്തത് നമുക്ക് വേണ്ടത് കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ്. കോട്ട് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ്, കോട്ട് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ്. പാർ ട്രിഗണോമെട്രിക് സൈനായി, കോസ് ഇൻവേഴ്സായി, ടാൻ ഇൻവേഴ്സായി, സീക്ക് ഇൻവേഴ്സ് കാണിച്ചു എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി കാണിച്ചില്ലെങ്കിൽ നമ്മൾ കാണിച്ചേക്കാം. സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് കാണിച്ചില്ലേ? സീക്ക് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ്, പാർ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫ് കാണിച്ചു കഴിഞ്ഞു. അത് 6ഉം കൃത്യമായി നോട്ടിൽ വരയ്ക്കുക. ഷേപ്പ് മനസ്സിലാക്കുക. അത് സാധാരണ എക്സാമിന് ചോദിക്കുന്നതാണ്. നിങ്ങൾ ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഇതില്ലേ, ഇത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചാൽ തന്നെ ഇതിൻ്റെ എല്ലാം പ്രിൻസിപ്പൽ വാല്യൂ, ബ്രാഞ്ച്, ഇത് ഏത് ക്വാഡ്രൻ്റാണ്, ഏത് ക്വാഡ്രൻറ്റിൽ വരുമ്പോൾ അതിൻ്റെ വാല്യൂസിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം, ഇത്തരം കാര്യം ഈ ഒരു പിക്ചർ തന്നെ ഓർത്ത് വെക്കുക. പിന്നെ ഇതിൽ നിന്ന് ഡയറക്റ്റ് ചോദിക്കുന്നത് ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ, ബ്രാഞ്ച് ചിലപ്പോൾ ഡയറക്റ്റ് ചോദിക്കും. അതെല്ലാത്തിൻ്റെയും പ്രിൻസിപ്പൽ വാല്യൂ, ബ്രാഞ്ച് ഇങ്ങനെ സെറ്റായിട്ട് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ചോദിക്കുന്നത് ഇൻഡയറക്റ്റ് എന്ന് പറയാൻ പറ്റിയില്ല എങ്കിലും ചോദിക്കുക. ലെറ്റ് y = സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് തന്നാൽ y ലൈസ് ഇൻ വിച്ച് ഇൻ്റർവെൽ എന്ന് പറഞ്ഞ് ചോദിക്കും. കുറേ ഇൻ്റർവെൽസ് തരും. ഇതുപോലെ പ്രിൻസിപ്പൽ വാല്യൂ, ബ്രാഞ്ചിൻ്റെ കുറേ ഇൻ്റർവെൽസ് തരും. അതിൽ ഏതാ ഇൻ്റർവെല്ലാണ് നമ്മളായിട്ട് നോക്കി ചെയ്യണം. -π/2 ≤ y ≤ π/2 എന്നും പറഞ്ഞ്. അതായത് ഇത് ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 π/2 ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ, ബ്രാഞ്ചാണ് ശരിക്കുമുള്ള ക്വസ്റ്റ്യൻ. പല പ്രാവശ്യം ഈ മോഡലിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ, ബ്രാഞ്ച് വെച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. ബേസിക്കലി ഈ പ്രിൻസിപ്പൽ വാല്യൂ, ബ്രാഞ്ച് മാത്രമേ നമ്മൾ പഠിച്ചു വെക്കേണ്ടതുള്ളൂ. ക്വസ്റ്റ്യൻ എങ്ങനെ ഫ്രെയിം ചെയ്ത് വന്നാലും നിങ്ങൾ അതിനനുസരിച്ച് പ്രിൻസിപ്പൽ വാല്യൂ, ബ്രാഞ്ചിൻ്റെ ബേസ് ചെയ്ത് തന്നെ ആൻസർ എഴുതിക്കൊള്ളാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് പ്രോബ്ലം ടൈപ്പ് വരുന്നത് ഷീജ ടീച്ചർ എൻ്റെ പ്രോബ്ലംസ് ഇടും. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇൻവേഴ്സ് ട്രിഗണോമെട്രി സൈൻ ഇൻവേഴ്സ്, ഇതിനകത്തുള്ളൊരു വാല്യൂ എ എന്നുള്ളത് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1 അല്ലേ. ഇതിനകത്ത് ഏതെങ്കിലും വാല്യൂ എടുത്താലും അതിൻ്റെ എല്ലാം സൈൻ ഇൻവേഴ്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സൈൻ ഇൻവേഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഇതിനകത്ത് കിടക്കുന്ന ഒരു ആംഗിൾ ആയിരിക്കും. ഇപ്പോൾ എ എന്നുള്ളത് ഇതിനകത്തൊരു വാല്യൂ എടുത്ത് 1/2 സൈൻ ഇൻവേഴ്സ് 1/2 എടുത്താൽ അതിൻ്റെ ഏത് ആംഗിളാണെന്ന്. സൈൻ ഇൻവേഴ്സ് 1/2 എന്നുള്ളത് പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ അതിൻ്റെ 1/2ൻ്റെ ആംഗിൾ, സൈനിന് 1/2 വരുന്ന ആംഗിൾ അപ്പം നമുക്കറിയാം 5/6 കിട്ടുന്നത്. പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പം ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ കിടക്കുന്ന ഒരു ആംഗിളാണ്. അത് നമ്മൾ എക്സ് നിർത്തും. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ആംഗിളിൻ്റെ ഷേപ്പ് എക്സ് ആണ്.
ഇനി സൈൻ ഇൻവേഴ്സ് -1/2 ആണെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. സൈനിന് നെഗറ്റീവ് വാല്യൂ വരുന്നത് ഈ ഫോർത്ത് ക്വാഡ്രന്റിലാണ്. അപ്പോൾ ആംഗിൾ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? -π/6. ഫോർത്ത് ക്വാഡ്രന്റിൽ വരുന്നത് ആംഗിളിൻ്റെ ഷേപ്പ് -x ആണ്. അപ്പോൾ ആംഗിൾ മാത്രം എഴുതിയാൽ പോരാ, അതിൻ്റെ ആ ഷേപ്പിൽ തന്നെ എഴുതണം -x. ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് 1, ടാനിന് 1 വരുന്നത് 1 പോസിറ്റീവാണ്. അപ്പോൾ അതിൻ്റെ ആംഗിളിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പോൾ ടാനിന് 1 വരുന്ന ആംഗിൾ π/4 ഡയറക്റ്റ് എഴുതി. ഇനി ടാൻ ഇൻവേഴ്സ് -1 ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ -1 എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആണ്. നെഗറ്റീവ് വരുന്നത് ഫോർത്ത് ക്വാഡ്രന്റിലാണ്. ഫോർത്ത് ക്വാഡ്രന്റിലെ ആംഗിൾ എപ്പോഴും എഴുതുമ്പോൾ മൈനസ് കൂട്ടി എഴുതണം. അപ്പം -π/4 എന്ന് വേണം അതിൻ്റെ ആൻസർ എഴുതാൻ. അതേസമയം കോസിൻ്റെ വാല്യൂ cos π/2. കോസിന് π/2 വരുന്ന പോസിറ്റീവാണ്. കോസിൻ്റെ വാല്യൂ കോസ് ഇൻവേഴ്സ് 1/2. 1/2 എന്ന പോസിറ്റീവ് വാല്യൂ. കോസിൻ്റെ പോസിറ്റീവ് വാല്യൂ വരുന്നത് ഇവിടെയാണ്, ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. ഈ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ആംഗിൾ എപ്പോഴും ഡയറക്റ്റ് ആംഗിൾ എഴുതിയാൽ മതി. കോസിന് 1/2 വരുന്ന ആംഗിൾ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ആംഗിൾ π/3. ഇപ്പോൾ നമ്മളത് π/3 ഡയറക്റ്റ് എഴുതുന്നു. ഇനി കോസ് ഇൻവേഴ്സ് -1/2. കോസിന് നെഗറ്റീവ് വാല്യൂ വരുന്ന സെക്കൻഡ് ക്വാഡ്രന്റാണ്. അപ്പോൾ ആംഗിൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതാവുള്ളൂ? ഏത് ഷേപ്പിൽ എഴുതാവുള്ളൂ? π-1/2 വരുന്ന ആംഗിൾ. 1/2 വരുന്ന ആംഗിൾ കോസിന് 1/2 വരുന്ന ആംഗിൾ π/3 ആണല്ലോ. π/3 π-π/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/3. ഇത് വിശദമായി ശരിച്ചിട്ട് നോട്ട് ഇടും. ഇപ്പോൾ ജസ്റ്റ് ഈ തിയറിയുടെ കൂടെ ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ പഠിക്കാനുള്ളത്. ഇനി 2 പ്രോപ്പർട്ടി കൂടി ഉണ്ട്. അത് നമ്മൾ പിന്നെ അടുത്ത വീഡിയോയിലൂടെ, ഇല്ലെങ്കിൽ ഇത് ഒരുപാട് നീണ്ടു പോകും. ഓക്കെ.